എന്നിട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് എന്താ? ഹദീസ് അലി റളിയല്ലാഹു അൻഹു പറയാണ്, സയഖ്റുജ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടതാണ്, സയഖ്റുജു ഖൗമുൻ ഫീ ആഖിരിസ് സമാനി, അവസാന നാളിൽ ഒരു വിഭാഗം പുറപ്പെടും, അഹദാസുൽ അസ്നാനി, അതേ അഹദാസുൽ അസ്നാനി, അവര് പ്രായം കുറഞ്ഞവരാണ്, ചെറുപ്പക്കാരാണ്, സുഫഹാഉൽ അഹ്ലാമി, ബുദ്ധിരേ ഇല്ലാത്തവരാണ്, യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയതി, ഖുർആൻ ഓതിയിട്ടാണ് അവർ പ്രസംഗിക്കുന്നത്, ലാ യുജാവിസു ഈമാനുഹും ഹനാജിറഹും, അവരെ ഈമാൻ തൊണ്ടക്കുഴി വിട്ടുകിടക്കൂല, അവർക്ക് ഈമാൻ ഇല്ല, അവർ ഖുർആൻ ഓതി പ്രസംഗിക്കുന്നു. അങ്ങനത്തെ ഒരു കക്ഷികൾ ആഖിർ സമാനിൽ വരുമെന്ന് റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടതാണെന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി 6930 നമ്പർ ഹദീസായി രേഖപ്പെടുത്തുന്നു. മുസ്ലിമീങ്ങളെ, ആ കക്ഷികളെ പറ്റി വേറൊരു റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കാണാം, അള്ളാഹുവിന്റെ റസൂൽ അവരെ പറ്റി പറയുന്നത്, യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സൗമു മിനർ റമിയ, എറിയപ്പെട്ട ജീവിയിൽ നിന്ന് അമ്പ് തെറിച്ചിട്ട് അമ്പിൽ അല്പം പോലും അതാ മാംസമോ രക്തമോ കൊടുങ്ങാതെ കയറി ഇറങ്ങിപ്പോകുന്നത് പോലെ ഇസ്ലാമിലൂടെ അങ്ങ് പോയിട്ട് ഇസ്ലാമിന്റെ ഒരു സകലവും അവരെ മനസ്സിലില്ല, മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നവന്റെ മനസ്സിലില്ല. അങ്ങനെ ഇസ്ലാം എന്ന് തെറിച്ചു പോകുന്നവര്, അവരെ പറ്റി വലിയ സംഭവമൊക്കെ ഉണ്ടായി. അതൊക്കെ ഇപ്പൊ പറയാൻ സമയമല്ല. വലിയ സംഭവം ഉണ്ടായി. മൗലവി പറഞ്ഞ അതേ വാദം തന്നെ അവർ ഉന്നയിച്ചത്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് അവർ ചർച്ചയ്ക്ക് വന്ന്, അലി റളിയല്ലാഹു അൻഹു ഖുർആനല്ലേ നിങ്ങളൊന്ന് ഞാൻ കൊണ്ടുവരും മുസഹഫ് എന്ന്. മുസഹഫ് കൊണ്ടുവന്ന് അവിടെ വെച്ച് അലി റളിയല്ലാഹു അൻഹു മുസഹഫ് അവിടെ വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നറിയോ? ഇങ്ങനെ കൈകൊണ്ട് മുസഹഫ് ഇങ്ങനെ അവിടെ പിടിച്ചിരുന്നു. അയ്യുഹൽ മുസഹഫ് ഹദിസിനാ, മുസഹഫെ സംസാരിക്കുന്നു, മുസഹഫെ ഖുർആൻ മുറുകെ പിടിക്കണമെന്നല്ലേ, ഖുർആൻ സ്വീകരിക്കണമെന്നല്ലേ ഈ പുത്തൻവാദികൾ പറഞ്ഞു. ഖുർആൻ അതാ പറഞ്ഞു, വാക്ക് ശരിയായ വാക്ക്, ഉദ്ദേശം ദുരുദ്ദേശം. അലി റളിയല്ലാഹു അൻഹു കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്ന് പറഞ്ഞു, മുസഹഫെ സംസാരിക്കുന്നത്. അപ്പൊ ഇവര് പറഞ്ഞു, ഇൻസാൻ മാതാ ഇൻസാൻ എന്നമാഹോ മിദാദു പറഞ്ഞു, അത് മനുഷ്യനാ, അത് മനുഷ്യനാ, അത് കടലാസം പശുവല്ലേ, അത് സംസാരിക്കുമെന്ന് വെച്ചാൽ അലി റളിയല്ലാഹു അൻഹുവിനോട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ അങ്ങനെയാ, എന്നാ പിന്നെ നിങ്ങളല്ലേ പറഞ്ഞു ഖുർആൻ സ്വീകരിക്കണോ, അങ്ങനെ ഖുർആൻ പറയട്ടെ, ഞാൻ ഖുർആൻ പറയട്ടെ. അപ്പൊ ഇവരോ അങ്ങനെയല്ല, പിന്നെ വനഹനു നതകല്ലമു ബിമാ റുവീനാഹു മിൻഹു, ഖുർആനിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുന്നത് അനുസരിച്ച് ഞങ്ങൾ പറയും. ഓഹോ, അപ്പൊ ഖുർആനല്ല നിങ്ങളാ, ഖുർആനല്ല, ഖുർആന്റെ പേരിൽ നിങ്ങൾ പറയല്ലേ, ഓ അതാ പരിപാടി. ഖുർആൻ പറയല്ല, ഖുർആൻ പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കും, നിങ്ങൾ ഖുർആന്റെ പേരിൽ നിങ്ങൾ പറയാണല്ലേ എന്ന് ചോദിച്ചു അലി റളിയല്ലാഹു അൻഹു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, ഫഖാൽ കിതാബുല്ലാഹി ബൈനി വബൈന ഹഉലാഇ, എന്റെയും ഇവരുടെയും ഇടയിൽ അല്ലാഹുവിന്റെ കിതാബാണ് എനിക്ക് തെളിവ്. എന്താണ് അവരെ തർക്കം എന്നറിയോ നിങ്ങൾ? അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ, മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധം നയിച്ചുപോയി. ആ യുദ്ധം നടക്കാൻ വേണ്ടി വന്നപ്പോ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഖുർആൻ ഒരു കുന്തത്തിന്റെ മേലെ ഉയർത്തിപ്പിടിച്ചിട്ട് ഖുർആൻ നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മധ്യസ്ഥം പറയാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. മധ്യസ്ഥം പറയുന്ന തീരുമാനത്തിൽ അവിടെ അവർ പിരിഞ്ഞപ്പോ അലി റളിയല്ലാഹുവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കൂട്ടർ പറഞ്ഞു, അലിയേ നീ കാഫിറായി. എന്തേ കാരണം? നിങ്ങൾ അള്ളാന്റെ ഖുർആൻ കൊണ്ട് നിയമം പറയുന്നതിന് പകരം നിങ്ങളൊരു മധ്യസ്ഥനെ നിശ്ചയിച്ചില്ലേ? അതുകൊണ്ട് മധ്യസ്ഥൻ പറയുന്ന തീരുമാനമെടുത്താൽ അത് അള്ളാന്റെ വിധിയല്ല, അള്ളാന്റെ വിധിയെ പറ്റുള്ളൂ. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹ്ക്കേ വിധിയുള്ളൂ. അതുകൊണ്ട് മധ്യസ്ഥന്റെ തീരുമാനം അംഗീകരിച്ചതിന് നീ കാഫിറായി. എല്ലാ സഹാബികളും കാഫിറായി. അലി റളിയല്ലാഹു അൻഹുമായുള്ള തർക്കം അതാണ്. ആ തർക്കത്തിന്റെ വിഷയത്തിലാണ് ഈ ചർച്ച. ഇരിക്കട്ടെ, ആ ചർച്ചയിൽ അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹു പിന്നെ ഖുർആൻ മറിക്കാൻ നമുക്ക് പറയാം. അല്ലാഹ് പറയാണ്, ഫൈൻ ഖിഫ്തും ശിഖാഖ ബൈനഹിമാ ഫബഅതു ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ. ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ വിയോജിപ്പുണ്ടായാൽ അത് നന്നാക്കാൻ വേണ്ടി നിങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും മധ്യസ്ഥന്മാരെ അയക്കണേ. എന്നിട്ട് മധ്യസ്ഥന്മാരിൽ നിന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണേ. ഖുർആനിൽ അല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മധ്യസ്ഥം പറഞ്ഞിട്ട് തീരുമാനമെടുത്താൽ അത് കുഫ്റാണെങ്കിൽ ഈ പെണ്ണിന്റെ കാര്യത്തിൽ മധ്യസ്ഥം പറഞ്ഞാൽ അത് കുഫ്റാകണ്ടേ മൗലവിമാരെ? ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഉമ്മത്തു മുഹമ്മദിൻ അഅ്ലമു മിൻ ഇംറാത്തി റജുലിൻ,
ഒരു പുരുഷന്റെ ഭാര്യന്റെ കാര്യത്തിലാണ് മധ്യസ്ഥം പറയാമെങ്കിൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾ തമ്മിലടിച്ചു പോകുന്നതിന് ഒരു മധ്യസ്ഥം പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞ പെണ്ണിനേക്കാൾ ഈ സമുദായത്തിന് വിലയില്ലേ വിഡ്ഢികളെ? ഒരു പെണ്ണിനേക്കാൾ ഭർത്താവിന്റെ ഭാര്യയെക്കാളും ഈ സമുദായത്തിന് വിലയില്ലേ വിഡ്ഢികളെ? പിന്നെ മധ്യസ്ഥം പറയാൻ തീരുമാനിക്കുമ്പോഴേക്ക് കാഫിറാകുമെന്ന് ഖുർആൻ ഓതി പറഞ്ഞ നിങ്ങളെ വിഡ്ഢിത്തം എവിടെയാണ്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആ അലി റളിയല്ലാഹു അൻഹു സംവാദം നടത്താൻ വേണ്ടി ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞേച്ചിട്ട് 8000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു പുത്തൻവാദികൾ. 4000-ഓളം ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി കേട്ടോ. പക്ഷേ പിന്നീട് അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി എത്രയോ ലക്ഷക്കണക്കിന് അവർ വളർന്നിട്ടുണ്ട്. ചിലപ്പോ പുത്തൻവാദികൾ വളരും, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തമ്മിൽ തന്നെ തല്ലി അങ്ങ് തകരും. അങ്ങനെയാണ് ലോകത്തിന്റെ ചരിത്രം. ഖവാരിജ് തകർന്നത് അങ്ങനെയാണ്. ഓ മുസ്ലിമീങ്ങളെ, മുഅ്തസിലത്ത് തകർന്നത് അങ്ങനെയാണ്. പുത്തൻവാദികളെ ചരിത്രം അങ്ങനെയാണ്. ആ ഖവാരിജിന്റെ നേരെ കോപ്പിയാണ് ഇന്നത്തെ മുജാഹിദുകളെന്ന് ഞാൻ പറഞ്ഞതല്ല. ഇസ്തിഗാസ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾ മുശ്രിക്കീങ്ങളാണെന്ന് വാദിക്കുന്ന ഈ പുത്തൻവാദികൾ അലി ഇബ്നു അബീ താലിബ് മുശ്രിക്കാണെന്ന് വാദിച്ച അതേ ഖവാരിജിന്റെ കോപ്പിയാണെന്ന് അതാവരം വലിയ ജമാഅത്ത് പള്ളിയിലുള്ള കിതാബിലില്ലേ, സാബിയിലില്ലേ? പേരോട് വെറുതെ പറയുകയല്ല മുസ്ലിമീങ്ങളെ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഖവാരിജുകൾ ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരി എടുത്തു നോക്കിയാൽ, സഹീഹ് മുസ്ലിം എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം നിങ്ങൾക്ക് കാണാം ഈ പുത്തൻവാദികളെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളാണ്. എന്താണ് അവരുടെ സ്വഭാവം? മൗലവിന്റെ നാവിന് വല്ലാത്ത മൂർച്ച കാണലില്ലേ ചിലപ്പോ, പക്ഷേ പിന്നെ വന്നിട്ട് അങ്ങ് വീണ് തകരലല്ലേ. നമ്മുടെ കരയുദ്ധം ഒന്ന് നടന്നാൽ 10 മാസത്തേക്ക് പിന്നെ അഡ്രസ് ഉണ്ടാവൂല. എന്നാൽ ആ മൗലവിന്റെ നീണ്ട നാവുണ്ടല്ലോ, ശുദ്ധ നുണ പറയുന്ന നാവ്, ആ നാവിനെ കുറിച്ചതാ അതും ഈ ഖവാരിജികൾക്കുണ്ടായിരുന്നു. നിങ്ങൾ എടുത്തു നോക്കൂ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, ഖൗമുൻ നസിദ്ദാഉ അഹിദ്ദാഉ ദൽഖത്തുൻ അൽസിനതുഹുൽ ഖുർആൻ. മൂർച്ചയുള്ള നാവായിരുന്നു ആ പുത്തൻവാദികൾക്ക്, വല്ലാത്ത വാക്കായിരുന്നു ആ പുത്തൻവാദികൾക്ക്. അവരുടെ നാവിലെപ്പോഴും ഖുർആൻ ഖുർആൻ എന്ന വാക്കായിരുന്നു. ഖുർആൻ മുറുകെ പിടിക്കണേ, ഖുർആൻ മുറുകെ പിടിക്കണേ എന്ന് പറയലായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അതേ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ എടുത്തുദ്ധരിച്ചത് കാണാം. എന്നിട്ട് അവർ ചെയ്തത് എന്താണെന്നറിയോ? യഖ്തുലൂന അഹ്ലൽ ഇസ്ലാമി വിഗ്രഹാരാധകന്മാർക്കെതിരെ അവർക്ക് വിമർശനമില്ല. അതേ സമയത്ത് അവരെ വിമർശനം മുസ്ലിമീങ്ങൾക്കെതിരെയാണ്. മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കാണെന്ന് പറയും. ഇതും അന്നത്തെ ഖവാരിജിന്റെ പരിപാടിയാണെന്ന് ഫത്ഹുൽ ബാരി മറിച്ചു നോക്കൂ, 307-ാമത്തെ പേജ്. അതേ സഹോദരന്മാരെ, അത് തന്നെയല്ലേ ഇവിടുത്തെ മുജാഹിദും. ഇനി അതിന്റെ തെളിവ് കേട്ടോ. ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിം, ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിം. നമ്മളോ സുന്നികളൊക്കെ മുസ്ലിക്ക് വെച്ചുകൊടുത്തവനെ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ചോദിക്കട്ടെ മൗലവിമാരെ, ദൈവമേ രക്ഷിക്കണേ എന്ന് അബൂജഹൽ പറഞ്ഞിട്ടില്ലേ? അബൂലഹബ് പറഞ്ഞിട്ടില്ലേ? അവൻ മുസ്ലിമാണോ? കടലിൽ കുടുങ്ങിയ സമയത്ത് ദൈവമേ രക്ഷിക്കണേ എന്ന് അവർ പറഞ്ഞിട്ടില്ലേ? പക്ഷേ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അള്ളാഹിന് പേരവർ പറഞ്ഞിരുന്നു. അത് ഇമാം നബവി റളിയല്ലാഹു അൻഹു സറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങൾ പറഞ്ഞതേ പേരോട് പറഞ്ഞു.